ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, നല്ല ടേസ്റ്റും അതുപോലെ നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. വലിയ ചിലവും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. അത് 1 കപ്പ് നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട്. 250 മില്ലിൻ്റെ കപ്പാണ് കേട്ടോ. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഈത്തപ്പഴം 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് നിറച്ച് കാഷ്യൂ അണ്ടിപ്പരിപ്പ് ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആ ബാറ്ററിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ താഴോട്ടൊന്ന് പോയി നിൽക്കൂല കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാനുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റെയിനർ വെച്ച് കൊടുക്കുക. ഇനി 1 കപ്പ് മൈദയാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. ഇത് 250 മില്ലിൻ്റെ കപ്പ് തന്നെയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണല്ല 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണൊക്കെ വരുന്ന രീതിയിലുള്ളത്ര ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് പട്ട പൊടിച്ചതാണ് കേട്ടോ, സിന്നമൺ പൗഡർ. നിങ്ങളുടെ കയ്യിൽ പൗഡർ ആയിട്ടില്ലെങ്കിൽ നമ്മൾ പഞ്ചസാര പൊടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ സിന്നമൺ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്കൊരു സ്പൂണോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് കുറച്ച് കാരമൽ റെഡിയാക്കാനുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാന് കുറച്ച് ചൂടായി കഴിഞ്ഞാൽ മാത്രം ഈ ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. ലോ ടു മീഡിയം, എന്നാലും മീഡിയം അത്രയ്ക്ക് വേണ്ട, കുറച്ച് ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. കുറച്ച് ക്ഷമയോടെ തന്നെ നിൽക്കുക കേട്ടോ. ഇനി ഇതിങ്ങനെ അലിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല 1/2 കപ്പ് തിളച്ച വെള്ളയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കാരമൽ സിറപ്പ് നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. അതേ കണ്ടില്ലേ. അപ്പോൾ കൂടുതൽ കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ കളർ മാറുമ്പം കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ടേസ്റ്റേ മാറും. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഞാനിവിടെ ഒരു 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത മുട്ട എടുക്കരുത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം മാത്രം യൂസ് ചെയ്യുക. ഇനി ഇത് നമ്മളൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു എഗ്ഗ് നന്നായിട്ട് തന്നെ ബീറ്റായി വരുന്ന സമയത്ത് നമുക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ സിന്നമൺ പൗഡർ ഇല്ലെങ്കിൽ ഈ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ചെറിയൊരു പീസ് പട്ടയും കൂടി ഇട്ടിട്ട് പൊടിച്ചാൽ മതി. ഇനി ഈ ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നിറച്ച് വാനില എസൻസില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ്. അപ്പോൾ ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏതായാലും കുഴപ്പമില്ല, പക്ഷേ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. അപ്പോൾ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിപ്പോവും. പിന്നെ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടില്ലേ കാരമൽ സോസ്. അപ്പോൾ അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇത് ഈ ഒരു കാരമൽ സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ കേട്ടോ കേക്കിന് നല്ലൊരു ബ്രൗൺ കളറൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പക്ഷേ 1/4 കപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ മധുരമായിപ്പോവും. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കുന്ന ഡേറ്റ്സിനും മധുരത്തിനൊക്കെ അനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർക്കുക. ഇനി എല്ലാം കൂടി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി ബീറ്റർ ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടില്ലേ മൈദൻ്റെ ഒക്കെ ആ ഒരു കൂട്ട്. അപ്പോൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് പകുതിയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒരു വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കൂടുതൽ അങ്ങനെ സ്പീഡായിട്ടൊന്നും മിക്സ് ചെയ്യണ്ട, കുറച്ച് നോക്കിയിട്ട് സാവധാനം മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിതിൽ കാണിക്കുമ്പോൾ കുറച്ച് സ്പീഡായിട്ട് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ സാവധാനം തന്നെ ഇതൊക്കെ ഒന്ന് നല്ല പോലെ മിക്സായിട്ട് വരണം കേട്ടോ. ഈ ഒരു എഗ്ഗിൻ്റെ ആ ഒരു മിക്സിലോട്ട്
നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വരണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടില്ലേ ക്യാരറ്റും ഡേറ്റ്സൊക്കെ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമോ ഇനി വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാവും. പക്ഷേ അതിനൊന്നും ആവശ്യമില്ല, ഇത് ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേക്കിന് ഉണ്ടാവുക. എന്തായാലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഈ ഒരു ടെക്സ്ചറിലാണ് ബാറ്റർ ഉണ്ടാവുക. കൂടുതൽ ലൂസാവുകയും ചെയ്യില്ല, കൂടുതൽ അതുപോലെ തന്നെ കട്ടിയാവുകയും ചെയ്യില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനൊരു 10 മിനിറ്റ് 160 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഓവൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ഓവൻ ഇല്ലെങ്കിൽ ഓവനിൽ ചെയ്യണമെന്നൊന്നുമില്ല. ഒരു നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ അലൂമിനിയം ഏതെങ്കിലും പാനോ ചെമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ലേ, അതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് ചെറിയൊരു എന്തെങ്കിലും സ്റ്റാൻഡ് വെച്ചിട്ട് ഈ ഒരു ബേക്കിംഗ് ട്രേ അതിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സിമ്മിലാക്കിയിട്ട് ഒരു 45 മിനിറ്റൊക്കെ ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് തന്നെ അടപ്പടച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അങ്ങനെയാകുമ്പോൾ ഇടയ്ക്ക് നോക്കുകയും ചെയ്യാമല്ലോ. 40-45 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ കേക്ക് കിട്ടും കേട്ടോ. ഓവൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂം ക്യാരറ്റൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഞാൻ അധികം വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സിലിക്കൺ പേപ്പർ അത്ര നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. പെട്ടെന്ന് നന്നായിട്ട് തന്നെ കേക്ക് ആ ഒരു ട്രേയിൽ നിന്ന് വിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് ഈ ഒരു കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ 160 ഡിഗ്രിയിൽ ഒരു 50-55 മിനിറ്റ് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ 160 ഡിഗ്രിയിൽ വെച്ച് കൊടുക്കുക. പിന്നെ ബേക്ക് ഓപ്ഷൻ കൊടുക്കുക. പിന്നെ ഒരു 50 ഡിഗ്രിയിൽ ഒന്ന് വെച്ച് കൊടുക്കുക. അത് നിങ്ങൾ ഓരോ ഓവൻ്റെ ഇതിനനുസരിച്ചിട്ട് എടുക്കും കേട്ടോ. 50-ഓ 55-ഓ അല്ലെങ്കിൽ 1 മണിക്കൂർ അങ്ങനെ നോക്കിയിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ 180-200 വെച്ച് കൊടുക്കണ്ട, പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കേക്ക് ആക്കുമ്പോൾ നമ്മൾ ഈ OTGയിൽ ചെയ്യുമ്പോൾ 160 ഡിഗ്രിയിൽ തന്നെ വെച്ചിട്ട് കേക്ക് ആക്കുന്ന കേട്ടോ നല്ലത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതേ കേക്കൊക്കെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ടൈം കഴിഞ്ഞ് അത് നന്നായി തണുത്തതിന് ശേഷം എടുക്കുന്നത് പുറത്തോട്ട്. ഒന്ന് പുറത്ത് പോകാനുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കേക്ക് നല്ല അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, ഈ ഒരു സിലിക്കൺ പേപ്പർ നന്നായിട്ട് തന്നെ നമുക്ക് കേക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. എന്താ പറയുക, അതിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ബ്രൗണിൻ്റെ റെസിപ്പി ചെയ്ത സമയത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിന്, ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിന് ഇത് എവിടെ നിന്ന് വാങ്ങിച്ചതെന്ന്. ഞാൻ ഐക്യയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, ദുബായ് ഐക്യയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രൗണിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിന്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രൗണിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.